ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾക്കായി റിയാദ് കേളി കലാ സാംസ്കാരിക വേദി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവസ്പന്ദനം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 1086 യൂണിറ്റ് രക്തം ശേഖരിച്ചു. മലാസ് ലുലു ഹൈപ്പറിൽ നടന്ന രക്തദാന ക്യാമ്പിൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റിയാദ് സെൻട്രൽ ബ്ലഡ് ബാങ്കും സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള പ്രിൻസ് സുൽത്താൻ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും രക്തം സ്വീകരിച്ചു. കേളിയുടെയും കേളി കുടുംബവേദിയുടെയും പ്രവർത്തകർക്ക് പുറമെ മലയാളി സമൂഹവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനക്കാരും സിറിയ, യമൻ, ജോർദാൻ, ഫിലിപ്പൈൻസ്, നേപ്പാൾ, സൗദി അറേബ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമായി 1426 പേർ ക്യാമ്പിൽ പങ്കാളികളായി. ഇത്തവണ റിയാദ് ബ്ലഡ് ബാങ്കിന് പുറമെ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും രക്തം ആവശ്യപ്പെട്ട് കേളിയെ സമീപിച്ചിരുന്നു. മെഡിക്കൽ സംഘത്തിന് റിയാദ് ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഖാലിദ് അൽ സൗബിയയും കേളിയുടെ 110 അംഗ വളണ്ടിയർ ഗ്രൂപ്പിന് വളണ്ടിയർ ക്യാപ്റ്റൻ ഗഫൂർ ആനമങ്ങാടും നേതൃത്വം നൽകി. കേളി പ്രസിഡന്റ് സെബിൻ ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിൽ കേളി ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മുഖ്യ രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് ക്യാമ്പിന്റെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിച്ചു. റിയാദ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഖാലിദ് സൗബായി, കിങ് സൗദ് മെഡിക്കൽ സിറ്റി ബ്ലഡ് ബാങ്ക് മാനേജറായ അലി അൽ സുവൈദി, പ്രിൻസ് സുൽത്താൻ മിലിറ്ററി മെഡിക്കൽ സിറ്റി ഡോക്ടർ ഫവാസ് അൽ ഒദൈബി, മലാസ് ലുലു മാനേജർ ആസിഫ് എന്നിവർ ആശംസകൾ നേർന്നു. സംഘാടക സമിതി ചെയർമാൻ മധു എടപ്പുറത്ത്, കേളി കുടുംബവേദി സെക്രട്ടറി സീബ കൂവോട്, കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം, സംഘാടക സമിതി കൺവീനർ നസീർ മുള്ളൂർക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, റിയാദ്.